ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇത്രയും നേതാക്കന്മാരും പ്രവർത്തകന്മാരും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒത്തുചേർന്നുകൊണ്ട് ഒരു ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 1957 കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജായി ആരംഭിച്ചിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേരത്തെ ആതുര സേവന രംഗത്ത് ഒട്ടേറെ കീർത്തി ആർജിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ്. പക്ഷെ കുറെ നാളുകളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശ്രദ്ധയിൽ പെടുന്നത് വിവാദങ്ങളിലൂടെയാണ് ഇപ്പോ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നാളിതുവരെ പറഞ്ഞു കേൾക്കാത്ത വിചിത്രമായ സംഭവങ്ങളുടെ പേരിലാണ്. ഇവിടെ സൂചിപ്പിച്ചു, 4.5 വയസ്സുകാരിയായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈവിരൽ മുറിച്ച് 6-ാം വിരൽ മുറിച്ചു കളയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് വിരൽ മുറിക്കുന്നതിന് പകരം നാവ് മുറിച്ചു കളയുന്നു. ശസ്ത്രക്രിയ നടത്തിയിട്ട് വയറ്റില് വലിയ കത്രിക മറന്നു വെച്ചു പോവുകയാണ്. ശസ്ത്രക്രിയക്ക് ശേഷം സെഡേഷനിൽ കിടക്കുന്ന രോഗി പീഡിപ്പിക്കപ്പെടുക. ഏറ്റവും ഒടുവിൽ നമ്മുടെ കോതിപ്പാലം സ്വദേശിയായിട്ടുള്ള അജിത്ത് കൈക്ക് സർജറി നടത്തിയപ്പോ അവിടെ വെക്കേണ്ട സ്റ്റീലിന്റെ ഏതാണ്ട് ഇരട്ടി വലിപ്പമുള്ളൊരു സ്റ്റീലാണ് പിടിപ്പിച്ചത് പോലും. ഇങ്ങനെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലാണ് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സാധാരണ നമ്മൾ രോഗികള് ചിന്തിക്കുന്നത് എന്താ? എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തിയാൽ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് എത്തിയാൽ സമാധാനമായി, ഇന്നല്ല അവരെ നോക്കിക്കോളുന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ആ ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ വെച്ച് പിടിക്കുന്നത്. അവിടെ ഇത്രയും അശ്രദ്ധമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പിന്നെ ആരിലാണ് നമ്മുടെ വിശ്വാസം അർപ്പിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എല്ലാം മറച്ചു വെക്കാനും പൊറുക്കാനുമാണ് പറയുന്നത്. ഇപ്പൊ സമരം നടത്തുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജിനെ തകർക്കാനാണെന്ന് പറയുന്നത്. ആതുരാലയം ആയതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നത്. തൊട്ടേരും പിടിച്ചവരൊക്കെ മെഡിക്കൽ കോളേജിൽ വന്ന് കയറുന്നത് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. അത് തിരുത്തപ്പെടും. അശ്രദ്ധയുണ്ടായാൽ, തിരുത്തേണ്ട കാര്യങ്ങളുണ്ടായാൽ അത് തിരുത്തപ്പെടും. ഇവിടെ അധികാരികളുണ്ട്, ഭരണകൂടമുണ്ട് എന്നുള്ള ധാരണയിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാൾ ക്ഷമിച്ചത്. പക്ഷേ ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഓർത്തോ വിഭാഗത്തിന്റെ പത്രസമ്മേളനം കണ്ടു. അവർ പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വേറെ ഏതൊരു ഡോക്ടറിനല്ലേ പരിശോധിച്ചിട്ട് അവരോട് പറഞ്ഞത് കമ്പി മാറിപ്പോയിട്ടുണ്ട്, 2ാമത് സർജറി ചെയ്യണം? നാട്ടുകാരാണോ പറഞ്ഞത് അവരോട്? നാട്ടുകാർ പോയിട്ട് പറഞ്ഞതല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ എക്സ്റേ എടുത്ത് മറ്റൊരു ഡോക്ടറെ കാണിച്ചപ്പോ ആ ഡോക്ടറാണ് പറയുന്നത്, കമ്പി കുറച്ച് വലുതായിട്ടുള്ളത്, ഇത് ശരിയാവില്ല, ഇത് 2ാമത് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോഴാണ് എക്സ്റേ വന്നിട്ടുള്ള രോഗികളും പരിശോധിക്കുന്നത്. അവർ നോക്കിയപ്പോ അവര് കൊടുത്ത കമ്പനിയെക്കാട്ടും വലിയ കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളാണോ ഇതൊക്കെ പറഞ്ഞത്? അതുകൊണ്ട് ന്യായീകരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിർത്തിക്കോളൂ. പക്ഷേ ഡോക്ടർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളൊരു എത്തിക്സിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ മെഡിക്കൽ എത്തിക്സിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർ കയറി മേയും എന്നുകൂടി ഡോക്ടർമാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ വാദിച്ചോളൂ, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഭാഗമുള്ള ക്ലിയർ ആയിക്കോളൂ. നമ്മൾ കണ്ടല്ലോ, 4 വയസ്സുകാരിയുടെ കൈവിരലിന് പകരം നാവ് മുറിച്ചു. നിങ്ങൾ അതിലും
ന്യായീകരണമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തന്നെയാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ഈ താഴത്തെ ആശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർക്ക് അതില് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി ഞാൻ റിപ്പോർട്ട് കൊടുത്തു, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം, മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കെന്താ ഇത്ര അശ്രദ്ധയൊക്കെ വരാൻ കാരണം എന്താ? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ചികിത്സാ പിഴവ് സംഭവിക്കാറില്ല. നിങ്ങളെ ശ്രദ്ധ എന്തിനാ ഉള്ളത് അറിയണല്ലോ. രോഗികളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധ മറ്റെന്തിനാ ഉള്ളത്? ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം. കാരണം ഇവിടെ രോഗികൾ വരുമ്പോ അവരെ എങ്ങനെ വീട്ടിൽ വരുത്തിയിട്ട് ഈ സാധനം മേടിക്കാം എന്നതിനെ കുറിച്ചാണ് ഡോക്ടറുടെ ഒരു ചിന്ത പോകുന്നത്, അല്ലേ? വീട്ടിൽ പോയിട്ട് കാണണം. അപ്പൊ മറ്റു പല ചിന്തകളിലേക്ക് പോവാണ് നിങ്ങളുടെ ശ്രദ്ധ. അതാണ് ഞാൻ പറഞ്ഞ മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ വരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും വിചാരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ രോഗികൾക്ക് ആശ്വാസമായി. ഇത് നമ്മൾ വണ്ടി നന്നാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ പോകുന്ന പോലെയല്ല. വർക്ക്ഷോപ്പിൽ പോയാൽ സാധാരണ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്, തൽക്കാലം ഈ പാർട്സ് ഇട്ടിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം, എന്നിട്ട് പുതിയ പാർട്സിന് ഓർഡർ ചെയ്തിട്ട് അത് വന്നാൽ നമുക്ക് മാറ്റാന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഇപ്പൊ ഓർത്തോ വിഭാഗം ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്, ഒരു കമ്പി ഇട്ടിട്ട് അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു കമ്പിയും കൂടെ ഇട്ടിട്ടുണ്ട്, അത് ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് ഞങ്ങൾ എടുത്തെളിയും, പിന്നെ നോക്കിയാന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു താൽക്കാലിക സംവിധാനമൊക്കെ ഉണ്ടോ ഈ ഇതിന് ഓപ്പറേഷൻ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാം, നമുക്കറിയില്ല. ഡോക്ടർമാരെ ഇതൊക്കെ പറയേണ്ടത്. അബദ്ധം പണിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തുകയാണ് വേണ്ടത്. കാരണം ജനങ്ങളുടെ ജീവൻ കൊണ്ട് ആണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കളിക്കുന്നത്. അവിടെ നിങ്ങൾ ന്യായീകരിച്ചിട്ട് ഞങ്ങളെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലയിലല്ല പോകേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പൈസ എത്ര കിട്ടും, എക്സ്ട്രാ പൈസ എത്ര കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ആ ഡോക്ടർമാരുടെ പലരുടെയും ചിന്ത. എനിക്ക് ബലമായ സംശയമുണ്ട്, ഈ ക്യാമ്പസിനകത്ത് മയക്കുമരുന്ന് മാഫിയയുടെ വിളയാട്ടമുണ്ട്. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. പരിശോധിക്കപ്പെടണം. ഡോക്ടർമാരോട് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ? ആരോടാ ഇതൊക്കെ പറയുന്നത്? ഇവിടെ ഒരു ഭരണസമിതി ഉണ്ട്. ആ ഭരണസമിതിക്ക് ഒരു പണിയില്ല. CPM ജില്ലാ സെക്രട്ടറി എന്താണോ കൊടുത്തുവിടുന്നത് എഴുത്ത്, അത് നടപ്പിലാക്കാനാണ് ഇവിടുത്തെ ഭരണസമിതി. സൂപ്രണ്ട് ഉൾപ്പെടെ എല്ലാ ഡോക്ടർമാരും സംസാരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷേ CPM ജില്ലാ സെക്രട്ടറി കൊടുത്തുവിടുന്ന കത്ത് നടപ്പിലാക്കലാണ് ഈ ആശുപത്രിയിലെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ചുമതല. പിന്നെ എങ്ങനെയാ ഈ ആശുപത്രി ഉണ്ടാകുക? നമുക്ക് ഓർമ്മയില്ല ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരെ മർദ്ദിച്ചത്. ഇവിടുത്തെ ഭരണസമിതി ഉണ്ടാക്കിയിട്ടുള്ള നിയമം ലംഘിച്ചുകൊണ്ട് ഇതിനകത്ത് അതിക്രമിച്ചു കയറി CPM DYFIയുടെയും ഗുണ്ടകൾ വിളയാടിയത് നമുക്ക് ഓർമ്മയുണ്ട്. എന്ത് നടപടിയെടുത്തു? അവരെ കുറിച്ച് എന്ത് നടപടിയാണ് എടുത്തത്? ഇവിടെ ഇപ്പോ പുതിയ ഒരു അപ്പോയിന്റ്മെന്റും ഇല്ല. സർക്കാരിന് എന്തെങ്കിലും ബാധ്യത വരണമെങ്കിൽ ഇവിടെ പുതിയ ബ്ലോക്ക് 196 കോടിയുടെ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കിയില്ലേ? നമ്മളൊക്കെ അഭിമാനത്തോടു കൂടിയല്ലേ പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു സിംഗിൾ അപ്പോയിന്റ്മെന്റ് സർക്കാർ ചെലവിൽ നടത്തിയതായിട്ട് നിങ്ങൾക്കറിയോ? 700-ലധികം പുതിയ നിയമനങ്ങൾ നടത്തേണ്ട ആ പുതിയ ബ്ലോക്കിൽ പോലും ഒരു നിയമനവും നടത്തിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി കൊടുത്തുവിടുന്ന ആളുകളെ താൽക്കാലികമായിട്ട് നിയമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ താൽക്കാലിക നിയമനം നടത്തുന്നത് ആര്യ? പാർട്ടി പണിയെടുക്കുന്നതിന്റെ പകരമുള്ള പാരിതോഷിക. അവരൊക്കെ കൂടിയാണ് ഈ ആശുപത്രി ഇപ്പൊ ഭരിച്ച് ഈ നിലയിലാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭരണസമിതിയും ഈ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് താറുമാറാക്കുന്ന ഒരു ഉപജാപക കേന്ദ്രമായി മെഡിക്കൽ കോളേജിന് മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടി
കുറെ കാലമായി നമ്മൾ ക്ഷമിക്കുന്നു. കുറെ കാലമായി മെഡിക്കൽ കോളേജിൽ അത് നടക്കുന്നു, ഇത് നടക്കുന്നു, നിയമനം നടക്കുന്നു, ഇവരുടെ ഗുണ്ടാവിളയാട്ടമാണ്, അവിടുത്തെ മാനേജ്മെന്റ് ശരിയല്ല, ആരോപണങ്ങൾ കുമിഞ്ഞു കൂടുകയാണ്. ഇവിടെ ആതുരാലയമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലൊന്നും ഇടപെടാതിരുന്നത്. അതുകൊണ്ട് ഇനി ഇടപെട്ടേ മതിയാവുള്ളൂ. നിങ്ങളെ കൈപ്പിഴകള് അശ്രദ്ധകള് ഒന്ന് മാറ്റാമെന്നും ഞങ്ങളൊന്നും നോക്കട്ടെ. ഏതായാലും സർക്കാർ ഏതായാലും തിരുത്താൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ എന്താ കേൾക്കുന്നത്? ഓരോ പഴവുണ്ടാകുമ്പോഴും സംസ്ഥാന സർക്കാർ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്താ അടിയന്തര റിപ്പോർട്ട്? ഈ അടിയന്തര റിപ്പോർട്ടൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്താകുന്നത് നമുക്കാർക്കും പിന്നെ ഒരു അറിവില്ല. എന്ത് തുടർ നടപടികളാണ്, എന്ത് തിരുത്തൽ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത് എന്നറിയാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു തിരുത്തൽ നടപടിയും കൈക്കൊള്ളാൻ കഴിഞ്ഞ കുറെ നാളുകളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവർത്തിക്കുന്ന ഓരോ വിഷയത്തിലും സംസ്ഥാന സർക്കാരിന് വിശദീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സാലിക്കുമാറായിരുന്നെങ്കിൽ ഈ അർഷിര വയത്തെ കത്രിക പറഞ്ഞു പോയിട്ടുള്ള അർഷിര ഇപ്പോഴും നിയമത്തിന്റെ പോരാട്ടത്തിലാണ്. ആരോഗ്യമന്ത്രി നേരിട്ട് വന്നിട്ട് അവരുടെ സമരം നടത്തുമ്പോൾ കൊടുത്ത ഉറപ്പ് പാലിക്കാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല. നമുക്ക് ഓർമ്മയുണ്ട്, അവർ മെഡിക്കൽ കോളേജിന് മുമ്പിലും തെരുവോരങ്ങളിലും ഇപ്പോഴും മനുഷ്യന സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത് ശസ്ത്രക്രിയ നടത്തുന്നു, കേസ് നടത്തുന്നു. അതിന് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പരസ്യമായിട്ട് പിരിക്കാനിറങ്ങുന്നവരെ നമ്മൾ കണ്ടു. അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി ഇതേ മെഡിക്കൽ കോളേജിന് മുന്നിൽ വെച്ച് അവർക്ക് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് പാലിക്കാൻ ആരോഗ്യമന്ത്രിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ നടന്നിട്ടുള്ള പീഡനം, ആ പീഡനത്തില് ഇവിടെ താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരനാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്? നടപടി ആർക്കെതിരെയാണ് കൈക്കൊണ്ടത്? ആ കാര്യം വെളിപ്പെടുത്തിയ സാക്ഷിയായിട്ടുള്ള ഇവിടുത്തെ ഒരു ജീവനക്കാരിക്കെതിരെ നടപടിയെടുക്കാനാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായിട്ടുള്ളത്. അല്ലാതെ പ്രതിക്കെതിരായിട്ടല്ല. പ്രതിയെ സംരക്ഷിക്കാനുള്ള നിലപാടുമായിട്ടാണ് ഈ മെഡിക്കൽ കോളേജ് അധികാരികളും സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോയിട്ടുള്ളത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ തുടർച്ചയായിട്ടുള്ള പിഴവുകൾ ഈ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ തുടർച്ചയായിട്ടുള്ള ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്ന സമയത്ത് സർക്കാർ ആശുപത്രിയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. അല്ലെ? സർക്കാർ ആശുപത്രിയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള രോഗികൾ പറയും, എവിടെന്നെങ്കിലും കടം മേടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട, വിട്, ഏതെങ്കിലും സൗകര്യപ്രദമായ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് വിടുക. അങ്ങനെയല്ല ചിന്തിക്കുക. ഇവിടെ രോഗിയെയും കൊണ്ട് വന്നാൽ ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് വരെ കടം മേടിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഗതികേടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇതാരുടെ കഴിവുകേട് കൊണ്ടാണ്, ആരുടെ അവസ്ഥ കൊണ്ടാണ് രോഗികൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ ഭയമുണ്ടാകുന്നത്? ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് സഹായവും ആത്മവിശ്വാസവും നൽകണ്ട, അവർക്ക് അവരുടെ തോളോട് തോൾ ചേർന്നുകൊണ്ട് അവരെ പിന്തുണയ്ക്കേണ്ട, അവരെ സഹായിക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണ്. അല്ലേ? കേരളത്തിലൊരു ആരോഗ്യമന്ത്രി ഉണ്ടോ? ആരോഗ്യമന്ത്രി വൻ പരാജയമല്ലേ? മീഡിയ സുഹൃത്തുക്കള് എന്നോട് ദേഷ്യപ്പെടണ്ട. മീഡിയയിൽ പണിയെടുക്കുമ്പോ അവര് നല്ല ആളായിരിക്കാം, പക്ഷെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇത്രയധികം പരാജയപ്പെട്ട ഒരു മന്ത്രി കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പരാജയപ്പെട്ട ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യ മേഖല ഒന്നടങ്കം കുത്തഴിഞ്ഞ നിലയിലാണ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖല കുത്തഴിയുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികളുടെ ജീവൻ കൊണ്ടാണ് പന്താടിക്കൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികളുടെ ജീവൻ കൊണ്ട് പന്താടാൻ സർക്കാരിനെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ടി വിനീഷ് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഈ മെഡിക്കൽ കോളേജിൽ ആവർത്തിക്കുന്ന ചികിത്സാ പിഴവുകൾക്ക് തിരുത്തൽ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉപവാസ സമരവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ആരോഗ്യ മേഖലയെ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന, ചികിത്സ പിഴവുകളില്ലാത്ത, അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാകുന്ന, അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന, ആവശ്യത്തിന് ജീവനക്കാരുള്ള ഒരു ആതുരാലയ കേന്ദ്രമാക്കി മാറ്റാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ അങ്ങനെ ഉയർത്താൻ, അങ്ങനെ ഉയരുന്നതുവരെ ഈ സമരമുഖത്ത് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ശ്രീമാൻ പി റിനീഷ് നടത്തുന്ന ഈ ഉപവാസ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സഹന സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.